നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ആതിര, നീ അറിഞ്ഞോ? എല്ലാം ഞാൻ മുകളിൽ നിന്ന് കേട്ടു. നിന്റെ കുഞ്ഞിനൊപ്പം എവിടെയോ കിടന്ന് ഈ അനാഥ കുഞ്ഞും വളരണോന്ന് നീ തന്നെ തീരുമാനിക്കും. അതോ നീ ഇതിന് കൂട്ടു നിൽക്കാണോ? ചേച്ചി എന്തൊരു പണിയായി കാണിക്കുന്നത്? ഇത് ആരുടെ കുഞ്ഞായാലും ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന എന്തിനാ? അങ്ങനെ ചോദിക്കങ്ങോട്ട്. അവന്തിയുടെ അടുത്ത് ഒന്നും മിണ്ടാതിരിക്കെ, ഞാൻ സംസാരിക്കട്ടെ. ഇവിടെ എന്റെ കുഞ്ഞുണ്ട്. അതിനോടൊപ്പം വളരാൻ എന്ത് യോഗ്യതയായി കുഞ്ഞിനുള്ളത്? മോളെ വേണ്ട. എന്ത് ന്യായമായാലും എനിക്കത് കേക്കണ്ട. ഈ കുഞ്ഞിനെ ഇപ്പൊ തിരികെ കൊണ്ടു കൊടുക്കണം. ചേച്ചി എവിടുന്നാണോ ഇതിനെ കൊണ്ടുവന്നത് അവിടെ തന്നെ കൊണ്ടാക്കിയേക്ക്. ഏട്ടത്തിക്ക് ഇത്രയും കേട്ടാ മതിയോ? മതി. നിനക്കെങ്കിലും മനസ്സിലായല്ലോ ഞാൻ എന്താ ഉദ്ദേശിച്ചതെന്ന്. എന്നാലേ അങ്ങനെ പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എന്റെ ചേച്ചി എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ഞാനോ അവധി കേട്ടത്തെയോ അല്ല, ചേച്ചി തന്നെയാ. പറ്റുമെങ്കിൽ കൂടെ നിൽക്കുക, അല്ലെങ്കിൽ ഉപദ്രവിക്കാതിരിക്കുക. അത് മാത്രമേ ബാക്കിയുള്ളവർ ചെയ്യണമെന്നുള്ളൂ. എന്റെ ചേച്ചിയുടെ തീരുമാനത്തിനൊപ്പം തന്നെയാ ഞാനും. ഈ കുഞ്ഞിനെ ചേച്ചി ഇവിടെ വളർത്തുമെന്ന് തീരുമാനിച്ച ഇവിടെ തന്നെ ഈ കുഞ്ഞ് വളരും. എന്റെ മോളുടെ കൂടെ ഇവിടെ തന്നെ. അച്ഛാ, ഇതിലൊരു തീരുമാനം പറയേണ്ടത് അച്ഛനാ. ഇപ്പൊ ഇത് അനുവദിച്ചു കൊടുത്താ ഭാവിയിൽ ഇത് വലിയ ദോഷം ചെയ്യും. എവിടെയോ കിടന്ന കുഞ്ഞിന് മതിയാക്ക്. ഇനി ആ വാക്ക് ഒരിക്കൽ കൂടി അവന്തിക പറയരുത്. ഈ കുഞ്ഞ് അനാഥയായാലും ഇപ്പൊ അതിന് അമ്മയുടെ മനസ്സ് കൊടുത്ത് സ്നേഹിക്കാനും പരിചരിക്കാനും അർച്ചനയുണ്ട്. അച്ഛനായി സച്ചിയും. ഈ കുഞ്ഞിന്റെ കാര്യത്തിൽ സച്ചിയും അർച്ചനയും തീരുമാനമെടുത്തു കഴിഞ്ഞു. അവരുടെ കുഞ്ഞായി അവരിവിടെ അതിനെ വളർത്താൻ പോവുകയാണെന്ന്. ഇനി മറ്റാരും അതിൽ അഭിപ്രായം പറയാൻ നിൽക്കണ്ട. അർച്ചനെ, നീ കുഞ്ഞിനെയും കൊണ്ട് മുറിയിലേക്ക് പോകും. സച്ചി. ശരി അച്ഛാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.